ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 32-ാമത്തെ സൂക്തത്തിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ തഖ്റബുസ്സിന ഇന്നഹു കാന ഫാഇശതൻ വസാഅ സബീല. നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കുകയേ ചെയ്യരുത്, അത് വളരെ വഷളായ പ്രവൃത്തിയും തീരെ ദുഷിച്ച മാർഗവും ആകുന്നു. നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കുകയേ ചെയ്യരുത് എന്ന ഖുർആനിൻ്റെ ശൈലി ശ്രദ്ധേയമാണ്. അടുക്കരുത് എന്ന പ്രയോഗം ആ കുറ്റത്തിൻ്റെ ഗൗരവത്തെ കുറിക്കുന്നുണ്ട്. അതീവ ശ്രദ്ധ വേണ്ട കാര്യമാണെന്ന് മുൻകൂട്ടി സൂചനകൾ നൽകുന്നു. മുന്നിൽ അപകടമുണ്ട്, വളരെ ശ്രദ്ധിച്ച് നീങ്ങണമെന്ന അപായ മുന്നറിയിപ്പ് പോലെ. അന്യ സ്ത്രീ പുരുഷന്മാരുടെ കൂടിക്കലരലുകൾ, ഒന്നിച്ചുള്ള വഴിവിട്ട യാത്രകൾ, നഗ്നതാ പ്രദർശനങ്ങൾ, ഒറ്റക്കാവൽ, ലൈംഗിക ചോദനയുള്ള പാട്ടുകൾ, സിനിമകൾ, നോട്ടങ്ങൾ തുടങ്ങി കാര്യങ്ങളിലെല്ലാം ഒടുവിൽ അത് വ്യഭിചാരത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. ഒരു സ്ത്രീയും പുരുഷനും ഒറ്റക്കാവുന്നിടത്ത് മൂന്നാമനായി ഇബ്ലീസ് ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഈ ഘട്ടത്തിൽ നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ടതാണ്. അതിരുകളിൽ നിങ്ങൾ മേയരുത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പ്രവാചക തിരുമൊഴികളും ഇക്കാര്യത്തിൽ നമുക്ക് സൂക്ഷ്മമായ മുന്നറിയിപ്പുകളാണ് നൽകുന്നത്. വ്യഭിചാരത്തിൻ്റെ ഏജൻറ്റുകളായി മാറാൻ സാധ്യതയുള്ളവയാണ് നോട്ടവും കേൾവിയും സംസാരങ്ങളും. അതുകൊണ്ടാണ് കണ്ണിൻ്റെ, കാതിൻ്റെ, നാവിൻ്റെ വ്യഭിചാരങ്ങളെന്നൊക്കെ പ്രവാചക വചനങ്ങളിൽ വേർതിരിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളിലേക്ക് അടുക്കുന്നത് വ്യഭിചാരത്തിലേക്ക് വഴി തുറക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് അതിലൊന്നും അടുത്തു പോകരുത് എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മളെ പ്രത്യേകമായി പഠിപ്പിക്കുന്നത്. വിവാഹബന്ധത്തിലൂടെ അല്ലാതെയുള്ള സ്ത്രീ പുരുഷ ലൈംഗിക വീഴ്ചക്കാണ് നമ്മൾ അസ്സിന എന്ന് പറയുന്നത്. അത് വളരെ വഷളായ പ്രവർത്തനവും തീരെ ദുഷിച്ച മാർഗവുമാണ് എന്നാണ് ഖുർആൻ അതിനെപ്പറ്റി 2 കാര്യങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഫാഹിഷത്ത് എന്നാൽ ഭാഷാപരമായി ശരീരത്തിന് ഏറ്റവും വെറുക്കപ്പെട്ട പ്രവർത്തനം, നാവുകൊണ്ട് പറയുന്നതിൽ ഏറ്റവും ചീത്തയായ സംഗതി എന്നൊക്കെയാണ് ഫാഹിഷത്തിൻ്റെ അർത്ഥം. ഇസ്ലാമിൽ വ്യഭിചാരവും സ്വവർഗരതിയും ഏറ്റവും വഷളായ ലൈംഗിക വൃത്തിയായി കണക്കാക്കുന്നു. ഷിർക്കിന് തൊട്ടുടനെയുള്ള പാപമായിട്ടാണ് ഹദീസിൽ അതിനെ എണ്ണിയിട്ടുള്ളത്. ധാർമ്മികതയുടെ തകർച്ച, ചാരിത്രശുദ്ധി നഷ്ടപ്പെടൽ, ഭാര്യാഭർത്തൃ വഞ്ചന, കുടുംബ തകർച്ച, ജാരസന്താനങ്ങൾ ഉണ്ടാവൽ, ഭ്രൂണഹത്യ, സന്താന സങ്കലനങ്ങൾ, മക്കളുടെ ശിക്ഷണ പ്രശ്നം, വിവാഹ താൽപ്പര്യമില്ലായ്മ, അരക്ഷിതാവസ്ഥ തുടങ്ങി നിരവധി ധാർമ്മിക സാമൂഹിക പ്രശ്നങ്ങളാണ് വ്യഭിചാരം മൂലം സൃഷ്ടിക്കപ്പെടുക. ഒരു ജനതയുടെ നാശത്തിന് അത് തന്നെ കാരണമാകും. വ്യക്തികളുടെ ഒട്ടേറെ പ്രശ്നങ്ങൾക്കും അത് കാരണമാകും. ശാന്തിയും സമാധാനവും എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ വരും. ഒരു താൽക്കാലികമായ സുഖത്തിന് വേണ്ടി മനുഷ്യൻ തന്നെ നഷ്ടപ്പെടുത്തി കളയുന്ന വലിയ ദുരന്തപൂർണമായ അവസ്ഥ അതുവഴി വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതിലൊക്കെ മുൻകരുതൽ എടുത്താൽ, സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയാൽ വ്യഭിചാരമായിക്കൂടെ എന്ന് ചില ആളുകൾ ചോദിച്ചേക്കാം. അത് ഒരുതരം കുബുദ്ധിയാണ്. പക്ഷേ അതിനുള്ള ഒരു മറുപടി, വ്യഭിചാരം സ്വയം തന്നെ ഫാഹിഷത്താണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. എന്നല്ല, അത് വസാഅ സബീല, തീരെ ദുഷിച്ച മാർഗമാണ് എന്നുകൂടി പറയുമ്പോൾ വേറെ ഒരു ന്യായവും അതിൻ്റെ മുമ്പിലില്ല എന്ന് നമുക്ക് മനസ്സിലാകും. മനുഷ്യനെ ഇഹത്തിലും പരത്തിലും വഴിതെറ്റിക്കും എന്ന് അത് തീർച്ചപ്പെടുത്തുന്നുണ്ട്. അത് വൻ പാപമാണെന്നും നരകത്തിലെത്തിക്കുന്ന വഴിയാണെന്നും ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ളവർ വിശദീകരിച്ചിട്ടുണ്ട്. ഇസ്ലാമിക നിയമപ്രകാരം വ്യഭിചാരം മ്ലേച്ഛവൃത്തിയും കടുത്ത പാപവും ക്രിമിനൽ കുറ്റവുമാണ്. വ്യഭിചാരം മാത്രമല്ല, വ്യഭിചാര ആരോപണവും ക്രിമിനൽ കുറ്റമായിട്ടാണ് ഇസ്ലാമിക ശരീഅത്ത് കാണുന്നത് എന്ന് നമുക്കറിയാം. അള്ളാഹുവിൻ്റെ കോപം വിളിച്ചു വരുത്തുന്ന ഒരു സാമൂഹ്യ തിന്മയാണത്.
എയ്ഡ്സ് പോലെയുള്ള മാരക രോഗങ്ങൾ അതുവഴി ഉണ്ടാവാം. ലൈംഗികത മനുഷ്യന് വളരെ അനിവാര്യമായ ഒരു സംഗതിയാണ്. ഭക്ഷണം പോലെ, മനുഷ്യൻ്റെ മറ്റ് ആവശ്യങ്ങൾ പോലെയുള്ള ഒരു ആവശ്യമാണ്. എന്നാൽ അതിൻ്റെ പൂരണത്തിന് അനുവദിക്കപ്പെട്ട വഴിയാണ് മനുഷ്യൻ തേടേണ്ടത് എന്നതും ഇസ്ലാമിൻ്റെ ശക്തമായ ഒരു കാഴ്ചപ്പാടാണ്. 33-ാമത്തെ സൂക്തത്തിലേക്ക് പോകുമ്പോൾ അള്ളാഹു പറയുന്നു, വലാ തഖ്തുലു നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വമൻ ഖുതില മദ്ലൂമൻ ഫഖദ് ജഅൽനാ ലിവലിയിഹി സുൽത്താന ഫലാ യുസ്രിഫ് ഫിൽ ഖത്ൽ ഇന്നഹു കാന മൻസൂറ. അള്ളാഹു ആദരിച്ച ജീവനെ അന്യായമായി കൊല്ലുകയെന്ന പാതകം നിങ്ങൾ ചെയ്യരുത്. ആരെങ്കിലും അന്യായമായി വധിക്കപ്പെട്ടാൽ അതിന് പ്രതിക്രിയാ നടപടി തേടാനുള്ള അവകാശം അവൻ്റെ രക്ഷാധികാരിക്ക് നാം നൽകിയിരിക്കുന്നു. എന്നാൽ കൊലയിൽ അവൻ അതിരുകടക്കരുത്, കാരണം അവൻ സഹായിക്കപ്പെടുന്നവനാകുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. സ്വസന്തതികളെ വധിക്കരുത് എന്ന് നേരത്തെ പറഞ്ഞു. അതിനുശേഷം മറ്റൊരു കൊലയെക്കുറിച്ചാണ് ഇസ്ലാം ഇവിടെ സംസാരിക്കുന്നത്. അള്ളാഹു ആദരിച്ച ആത്മാവിനെ അന്യായമായി വധിക്കരുത് എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങൾ അത് ഉൾക്കൊള്ളുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, അള്ളാഹു മനുഷ്യനെയും മനുഷ്യൻ്റെ ആത്മാവുകളെയും ആദരിച്ചിരിക്കുന്നു എന്നതാണ്. ജീവൻ അള്ളാഹുവിൻ്റെ ദാനമാണ്. എല്ലാ ജീവനും വിലപ്പെട്ടതാണ്. അത് ഹനിക്കാൻ ആർക്കും അവകാശമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മനുഷ്യൻ റബ്ബ് നിർമ്മിച്ച കെട്ടിടമാണ്, അത് പൊളിക്കുന്നവൻ ശപിക്കപ്പെട്ടവനത്രേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിൽ രക്തം ഏറെ പവിത്രമാണ്. രക്തം ചിന്തൽ കടുത്ത കുറ്റമാണ്. ഖിയാമത്ത് നാളിൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന കുറ്റങ്ങളിൽ ഒന്ന് രക്തം ചിന്തിയ വിഷയമായിരിക്കുമെന്നും ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു ആദരിച്ച ആത്മാവിൽ സ്വന്തം ആത്മാവ് പെടും, മറ്റുള്ളവരുടെ ആത്മാവ് പെടും. അതുകൊണ്ട് തന്നെ സ്വന്തം ആത്മാവ് ഉൾപ്പെടുന്നത് കൊണ്ട് ആത്മഹത്യ വിലക്കപ്പെട്ട ഒരു സംഗതിയാണ്. ഞാൻ മരിക്കുന്നതിൽ നിങ്ങൾക്കെന്ത് ഛേദം എന്ന് ചോദിക്കാൻ ഇസ്ലാമിൽ അവകാശമില്ല. സ്വന്തം ആത്മാവിനെ നശിപ്പിക്കുന്നത് പോകട്ടെ, അനാവശ്യമായി ഉപയോഗിക്കാനും വിശ്വാസികൾക്ക് പാടില്ല. പരീക്ഷണങ്ങൾ ഉണ്ടാകും, അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. എല്ലാ പ്രവാചകന്മാർക്കും പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമെന്ന് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് എത്രയാണെങ്കിലും ക്ഷമിക്കുക എന്നതാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്. ഫലസ്തീനിൽ നമ്മളത് കാണുന്നുണ്ട്. അത്യന്തം ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥകളിൽ പോലും ആത്മഹത്യ ചെയ്യാതെ റബ്ബ് എന്താണോ വിധിച്ചത് അത്രയും ജീവിക്കുക എന്ന കടുകടുത്ത തീരുമാനമെടുക്കേണ്ട സാഹചര്യം നമ്മൾ ഇപ്പോൾ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിലും ആത്മഹത്യ ചെയ്തുകൂടാ എന്ന് തന്നെയാണ് പ്രമുഖമായിട്ടുള്ള ഇസ്ലാമിൻ്റെ അഭിപ്രായം. കൊലയും ആത്മഹത്യയും ഇസ്ലാം വൻ പാപങ്ങളിലാണ് എണ്ണിയിട്ടുള്ളത്. പരലോകത്ത് കടുത്ത ശിക്ഷ ലഭിക്കുന്ന കാര്യങ്ങളാണ് രണ്ടും. ഇല്ലാ ബിൽ ഹക്ക്, ന്യായമായതൊഴിച്ച് എന്ന് പറയുമ്പോൾ അതിൽ അനുവദനീയമായിട്ടുള്ള ചില വധങ്ങളുണ്ട് എന്ന് ലഭിക്കുന്നുണ്ട്. തഫീമുൽ ഖുർആനിൽ അതിനെ 5 എണ്ണിയിരിക്കുന്നു. ഒരു ഇസ്ലാമിക സർക്കാരിന് അനുവദിക്കപ്പെട്ട വധങ്ങൾ എന്താണ്? 1, കരുതിക്കൂട്ടി കൊല ചെയ്തതിനുള്ള പ്രതിക്രിയ ചെയ്യാം. 2, സത്യദീനിനെ ആക്രമിക്കുന്നതിനവരോടുള്ള അതിൻ്റെ ഭാഗമായി സമരവും പോരാട്ടവും നടത്തുമ്പോൾ വന്നു പോകുന്ന കൊലകളാണ്. 3, ഇസ്ലാമിക ഭരണവ്യവസ്ഥയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള വധശിക്ഷയാണ്. 4, വിവാഹിതരായ സ്ത്രീ പുരുഷന്മാർ വ്യഭിചരിച്ചാലുള്ള വധശിക്ഷയാണ്. 5, മുർത്തദ്ദുകൾക്കുള്ള ശിക്ഷയാണ്. ഇക്കാര്യങ്ങളിലല്ലാതെ ഒരു മനുഷ്യാത്മാവിനെയും നശിപ്പിക്കാൻ ഇസ്ലാമിൽ ആർക്കും അനുവാദമില്ല. ഇതാകട്ടെ ഇസ്ലാമിക സർക്കാർ നടപ്പാക്കേണ്ട ഒരു കാര്യമാണ്, വ്യക്തികൾ ചെയ്യേണ്ടതല്ല. വ്യക്തികൾക്ക് പ്രതിക്രിയക്ക് അനുവാദമില്ല. കോടതികൾ നീതിപൂർവം വിധിക്കുന്ന കാര്യങ്ങളിലാണ് വധശിക്ഷ നടപ്പാക്കുക. ആരെങ്കിലും അന്യായമായി വധിക്കപ്പെട്ടാൽ അതിന് പ്രതിക്രിയാ നടപടി തേടാനുള്ള അധികാരം അവൻ്റെ വലിയന് അഥവാ രക്ഷാധികാരിക്ക് നാം നൽകിയിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പിന്നീട് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ താല്പര്യം ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷാധികാരിക്ക് സർക്കാരിനോട് പ്രതിക്രിയ ആവശ്യപ്പെടാം എന്നാണ്. ഇവിടെ സുൽത്താനൻ എന്നതിൻ്റെ ഉദ്ദേശം അധികാരം എന്നാണെന്ന് ഏതാണ്ടെല്ലാ മുഫസ്സിറുകളും അഭിപ്രായപ്പെടുന്നു. ഇസ്ലാമികമായി കൊലക്കേസുകളിൽ വാദി ഗവൺമെൻ്റ് അല്ല, കൊല ചെയ്യപ്പെട്ടവൻ്റെ രക്ഷാധികാരിയാണ്. അവനാണ് വാദിക്കുന്നത്. അയാൾക്കുള്ള അധികാരം 3 കാര്യമാണെന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. 1, പ്രതിക്ക് മാപ്പ് കൊടുക്കാം. തൻ്റെ
ബന്ധുവിൽപ്പെട്ട തൻ്റെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ ആ പ്രതിക്ക് മാപ്പ് കൊടുക്കാനുള്ള അധികാരം അവൻ്റെ വലിയനാണ്, രക്ഷാധികാരിക്കാണ്. ഇതിൻ്റെ നല്ല നല്ല മാതൃകകൾ ഇസ്ലാമിക ശരീഅത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നടക്കുന്ന ഗൾഫ് രാജ്യങ്ങൾ പോലെയുള്ള നാടുകളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. വധിക്കപ്പെട്ടവന്, അവൻ്റെ വലിയ വധിച്ചവന് മാപ്പ് കൊടുക്കുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമത്തത്, ഇവൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ വലിയന് പ്രതിക്രിയ ആവശ്യപ്പെടാം. മൂന്നാമത്തത്, പ്രതിക്രിയക്ക് പകരം നഷ്ടപരിഹാരം ദിയ അഥവാ ബ്ലഡ് മണി വാങ്ങി വിട്ടുകൊടുക്കുകയും ചെയ്യാം. ഈ 3 അധികാരങ്ങളും രക്ഷാധികാരിക്ക് ഉണ്ട്. ഇത് നടപ്പാക്കേണ്ടത് പക്ഷേ സർക്കാരാണ്. പ്രതിയുടെ ബന്ധുക്കൾ ദയാഹർജികൾ സമർപ്പിക്കുന്നത് ബന്ധുക്കൾക്കാണ്. ഞങ്ങളോട് ദയ കാണിക്കണമെന്ന് പറയുന്നത് സർക്കാരിനോടല്ല, കോടതിയോടല്ല. അതിൻ്റെ അധികാരം സുൽത്താൻ ഉള്ളത് വലിയനാണ്, അവർക്കാണ് ദയാഹർജി സമർപ്പിക്കുന്നത്. എന്നാൽ കൊലയിൽ അതിരു കവിയരുത് എന്ന് വിശുദ്ധ ഖുർആൻ തുടർന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ പല രൂപങ്ങൾ തഫീമുൽ ഖുർആനിൽ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്ന്, കുറ്റവാളിക്ക് പകരം ബന്ധുക്കളെ കൊല്ലുക. ജാഹിലിയ കാലത്ത് കൊന്നവൻ്റെ ഗോത്രത്തിലെ പ്രമുഖരെ പ്രതിക്രിയയ്ക്ക് വിധേയമാക്കുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് പാടില്ല എന്ന് ഇസ്ലാം വിധിച്ചു. രണ്ടാമതായി, കുറ്റവാളിയെ ക്രൂരമായി പീഡിപ്പിച്ചു കൊല്ലുക. അത് അതിര് കവിയലിൽപ്പെട്ട ഒരു കാര്യമാണ്. മൂന്നാമത്തത്, കൊലപ്പെടുത്തിയ ശേഷം അംഗഭംഗം വരുത്തുക. നാലാമത്തത്, നഷ്ടപരിഹാരം അഥവാ ബ്ലഡ് മണി വാങ്ങിയ ശേഷം പ്രതിയെ പ്രതികാരം ചെയ്യുകയോ കൊല്ലുകയോ ചെയ്യുക. ഇതൊക്കെ കൊലയിൽ അതിരു കവിയലാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ പ്രതിക്രിയകളിൽ അതിരുവിടുന്നതും രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ അതിര് കവിയുന്നതുമൊക്കെ നാം നമ്മുടെ നാടുകളിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇസ്ലാം ഇതിലൊക്കെ എത്രമാത്രം നീതിയാണ്, സൂക്ഷ്മതയാണ് പാലിച്ചത് എന്ന് ഈ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഖുർആനികമായ ശാസനകൾ അത്തരം രംഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ വിശ്വാസികളും അല്ലാത്തവരും ക്ഷമിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് പറഞ്ഞത്, അവൻ സഹായിക്കപ്പെടുന്നവനാകുന്നു എന്നതാണ്. അതിൻ്റെ ഉദ്ദേശം, കൊല ചെയ്യപ്പെടുന്നവൻ്റെ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുക്കാൻ ഇസ്ലാമിക സർക്കാർ ഉണ്ടാകും. ഒന്നുകിൽ സർക്കാർ ഇല്ലാത്ത സ്ഥലത്ത് ഇസ്ലാമിക സമൂഹം കൊല ചെയ്യപ്പെട്ടവൻ്റെ കുടുംബത്തെ നിയമപരമായും സാമ്പത്തികമായും സാമൂഹികമായും സഹായിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. മർദ്ദിതൻ്റെ പക്ഷത്ത് സഹായികളാവുക എന്നത് സമൂഹ നേതൃത്വത്തിൻ്റെ ബാധ്യതയാണ് എന്ന് ഈ സൂക്തം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാലികമായ ഒട്ടേറെ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതിനൊക്കെ ശരിയായ പരിഹാരം എന്താണെന്ന് കാണേണ്ടത് നമ്മുടെ മഹല്ലുകളാണ് എന്നുകൂടി ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്ന് 34-ാമത്തെ സൂക്തത്തിൽ, വലാ തഖ്റബൂ മാലൽ യതീമി ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ ഹത്താ യബ്ലുഗ അശുദ്ദ വഔഫൂ ബിൽ അഹദ് ഇന്നൽ അഹ്ദ കാന മസ്ഊല. അനാഥൻ്റെ മുതലിനോട് അടുക്കാതിരിക്കുവിൻ, ഏറ്റവും നല്ല രീതിയിലല്ലാതെ. അവൻ യുവത്വം പ്രാപിക്കുന്നത് വരെ കരാറുകൾ പാലിക്കുവിൻ. നിസ്സംശയം കരാറുകളെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആത്മാവുകളെ നശിപ്പിക്കുന്ന വിവിധ രീതികളെക്കുറിച്ച് പറഞ്ഞ ശേഷം സമ്പത്ത് നശിപ്പിക്കുന്ന ചില രംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ശക്തമായ കൽപ്പനാ രൂപത്തിലാണ് മുൻ ആയത്തുകളിലെ നിർദ്ദേശങ്ങളൊക്കെ വന്നിരിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ വ്യഭിചാരത്തോട് അടുക്കരുത് എന്ന് പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് അനാഥയുടെ സമ്പത്തിനോട് അടുക്കാതിരിക്കുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നതും ശ്രദ്ധേയമാണ്. സംരക്ഷിക്കേണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി അനാഥൻ്റെ സ്വത്ത് ഇസ്ലാം പരിഗണിക്കുകയാണ്. എന്നാൽ അതിനോട് അടുക്കരുത്, അത് തുടരുത്, കൈകാര്യം ചെയ്യരുത് എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് തൊട്ടുടനെ വ്യക്തമാക്കുന്നത്, ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രീതിയിലല്ലാതെ. അതിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം എന്ന് ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നുണ്ട്. ഏറ്റവും നല്ല രൂപത്തിൽ അത് സംരക്ഷിക്കാനും അതുവഴി ലാഭമുണ്ടാക്കി കൊടുക്കാനും അനാഥയുടെ വലിയന്, രക്ഷാധികാരിക്ക് അവകാശമുണ്ടെന്നും അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട്. യതീം എന്നാൽ ചെറുപ്പത്തിൽ പിതാവ് നഷ്ടപ്പെട്ട മക്കളാണ്. മാതാവ് നഷ്ടപ്പെട്ട മക്കൾക്ക് യതീമെന്ന് സാങ്കേതികമായി ഇസ്ലാമിൽ പറയില്ല എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം.
അതോടൊപ്പം അവർക്ക് ബുലൂഗ് എത്തുന്നത് വരെയാണ് അവരെ യത്തീമെന്ന് വിളിക്കാനുള്ള അവകാശവും പരിഗണിക്കാനുള്ള അവകാശവും ഉള്ളൂ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അൽ യത്മ എന്നാൽ ഒറ്റപ്പെട്ടു പോകൽ എന്ന് അർത്ഥമുണ്ട്. ആ ഘട്ടം പിന്നീട് അവനാവട്ടെ അവളാവട്ടെ യുവത്വം പ്രാപിക്കുന്നത് വരെയാണ് രക്ഷാധികാരിയുടെ കൈകാര്യകർത്തൃത്വ ചുമതല ഉള്ളത്. അവർ ശക്തരായി കൈകാര്യപ്രാപ്തി എത്തിക്കഴിഞ്ഞാൽ ഉടനെ അവരുടെ സ്വത്തുക്കൾ സമ്പത്ത് അവർക്ക് കൈമാറണം. പിന്നെയും അന്യായമായി അത് പിടിച്ചു വെക്കരുത്. എന്നാൽ അവരുടെ അനുമതി ഉണ്ടെങ്കിൽ തുടർന്നും കൈകാര്യം ചെയ്യാമെന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ സഹാബികൾ വല്ലാതെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് സമ്പത്തിൻ്റെ ക്രയവിക്രയത്തിലും അതുപോലെ അവരുടെ ഭക്ഷണ വാഹന കാര്യങ്ങളിലും അനാഥകളുടെ ധനം ഒട്ടും കൂടിക്കലരാതെ അതിസൂക്ഷ്മത കാണിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. അപ്പോഴാണ് സൂറത്തുൽ ബഖറയിലെ 220 സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾ ചെലവും താമസവും അവരുടേതിനോട് കൂട്ടിച്ചേർത്താലും അഹിതമല്ല, അവർ നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണല്ലോ എന്ന് പ്രത്യേകം ഉണർത്തിയത് ഈ അതിസൂക്ഷ്മത കാണിച്ച ഒരു ഘട്ടത്തിലാണ്. ഇത് അനാഥകളുടെ രക്ഷാധികാരികൾക്ക് ലഭിച്ച ഒരു ഇളവാണ് എന്ന് ഇബ്നു ജരീർ അത്തബരി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ളവർ പറയുന്നുണ്ട്. അനാഥകളുടെ സമ്പത്ത് ചൂഷണം ചെയ്യാതെ അതിന് നഷ്ടമൊന്നും വരുത്താതെ സൂക്ഷ്മമായി വലിയന് കൈകാര്യം ചെയ്യാം എന്ന് ഈ ആയത്ത് തന്നെ തെളിയിക്കുന്നുണ്ട്. എന്നാൽ അന്യായമായി അനാഥയുടെ സമ്പത്ത് തിന്നുന്നവൻ തൻ്റെ വയറ്റിൽ നിറക്കുന്നത് തീയാണെന്ന് ഖുർആൻ സൂക്തം വേറെ സ്ഥലത്ത് വന്നിട്ടുള്ളത് രക്ഷാധികാരികളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. കരാറുകൾ പാലിക്കണമെന്നും അത് ഉത്തരം ബോധിപ്പിക്കേണ്ട കാര്യമാണെന്നും തുടർന്ന് ഉണർത്തുന്നത് അള്ളാഹുവുമായിട്ടുള്ള കരാറും വ്യക്തികളും സമൂഹവുമായിട്ടുള്ള എല്ലാ കരാറുകളും ഉൾപ്പെടുന്ന പൊതുകാര്യമാണെന്നും മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. ഇത് ഒരു താക്കീത് കൂടിയായിട്ടാണ് ഇസ്ലാം ഇവിടെ എടുത്തു പറയുന്നത്. 35 സൂക്തത്തിൽ വഔഫുൽ കൈല ഇദാ കിൽതും വസ്നൂ ബിൽ ഖിസ്താസി അൽ മുസ്തഖീം ദാലിക ഖൈറുൻ വ അഹ്സനു തഅ്വീല. അളന്നു കൊടുക്കുമ്പോൾ കൃത്യമായി അളക്കുവിൻ, തൂക്കിക്കൊടുക്കുമ്പോൾ കൃത്യമായ ത്രാസുകളിൽ തൂക്കുകയും ചെയ്യുവിൻ. അതാകുന്നു നല്ല വഴി, അനന്തരഫലത്താൽ ഉത്കൃഷ്ടവും അതുതന്നെ എന്നാണ് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അളന്നു കൊടുക്കുക, തൂക്കിക്കൊടുക്കുക എന്നത് ക്രയവിക്രയത്തിലെ 2 പ്രധാന രീതികളാണ്. അളത്തവും തൂക്കവും തെറ്റിക്കുന്നതാവട്ടെ ലാഭം വർദ്ധിപ്പിക്കാനുള്ള കുറുക്കുവഴികളായിട്ടാണ് മനുഷ്യർ സ്വീകരിക്കുന്നത്. അത് കൃത്യമായ അനീതിയാണ്. കച്ചവടങ്ങളിലും മറ്റ് സാമ്പത്തിക ഇടപാടുകളിലും നടക്കുന്ന ചെറുതും വലുതുമായ എല്ലാ തട്ടിപ്പുകളും കൃത്രിമത്വങ്ങളും ഒഴിവാക്കണമെന്ന് വിശ്വാസികളോട് വിശുദ്ധ ഖുർആൻ ഇവിടെ ആഹ്വാനം ചെയ്യുകയാണ്. അൽ മുസ്തഖീം എന്ന് പറയുന്നത് കൃത്യതയുള്ള, നേരായ, വക്രതയോ ന്യൂനതകളോ ഇല്ലാത്ത അളവും തൂക്കവുമാണ് വേണ്ടതെന്ന് പ്രത്യേകം ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ആധുനിക രീതിയിലുള്ള ഏത് ക്രയവിക്രയങ്ങളിലും കൂടി ഇത് പാലിക്കാൻ നാം തയ്യാറാകണം. പ്രത്യേകിച്ച് ഡിജിറ്റൽ സമയ കാലഘട്ടത്തിൽ അതിസൂക്ഷ്മമായി അത് പാലിക്കാൻ ഉള്ള സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് ഇനി വളരെ ചെറുതാണെങ്കിൽ പോലും അവിടെയും അൽ മുസ്തഖീം എന്ന രീതിയിൽ ഏറ്റവും നേരായ രീതിയിലായിരിക്കണം കാര്യങ്ങളെന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. ചെറിയ വ്യതിയാനങ്ങളിലൂടെ ജനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നവർ ചിലപ്പോൾ അവർ പോലും അറിയുന്നുണ്ടാവില്ല. പക്ഷേ വളരെ ചെറിയതായിരിക്കാം. പക്ഷെ 10,000-കണക്കിന് ആളുകളിൽ നിന്ന് ഒരു ചെറിയ അംശം കവർന്നെടുത്തു കഴിഞ്ഞാലും പരലോകത്ത് അതെല്ലാം കൂടി വരുമ്പോൾ വലിയ ഒരു മലയായിട്ട് മാറും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് വലിയ തൂക്കമായിട്ട് അവിടെ പ്രത്യക്ഷപ്പെടും. നമ്മുടെ തിന്മയുടെ തുലാസിൽ അത് തൂങ്ങുമെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എങ്ങനെയെങ്കിലും കുറെ സമ്പാദിക്കുക എന്നതിലല്ല, ഹലാലായ ബർക്കത്തുള്ള സമ്പാദ്യം ഉണ്ടാക്കുക എന്നതിലാണ് സത്യവിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത്. ഇതും ഒരു തഖ്വയാണ്. ഒരു ഡിജിറ്റലിൽ വരുത്തുന്ന കൃത്രിമത്വം തഖ്വക്കെതിരാണ്, പരലോകത്ത് ശിക്ഷ കിട്ടുന്ന കാര്യമാണ്, നരകത്തിൻ്റെ വഴിയാണ് എന്ന് നമ്മൾ സൂക്ഷ്മമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ദാലിക ഖൈറുൻ, അതാണ് നല്ല വഴി എന്ന് പറഞ്ഞത് ദുനിയാവിലെ വിഭവങ്ങളിലും സമ്പാദ്യങ്ങളിലും അഭിവൃദ്ധിക്ക് ഏറ്റവും നല്ലത് അതാണ്. വഅഹ്സനു തഅ്വീല, പര്യവസാനത്തിൽ ഉത്കൃഷ്ടവും അതാണ്. ഇഹലോകത്തിൽ നമുക്ക് ബർക്കത്ത് ലഭിക്കും,
പരലോകത്തിൽ ഈ തഖ്വയുടെ പുണ്യം ലഭിക്കും, ആഖിറത്തിലെ നന്മയാണ് പ്രതിഫലമായിട്ട് കച്ചവടത്തിലെ ക്രയവിക്രയങ്ങളിലെ ആദാന പ്രധാനങ്ങളിലെ ചെറിയ അംശം പോലും അത് പരലോകത്തിൽ നമുക്ക് നന്മയോ തിന്മയോ ആയി മാറും എന്ന് പറയുന്ന കാര്യങ്ങൾ ഈ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 36-ാമത്തെ സൂക്തത്തിൽ പറയുന്നത് വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിനക്ക് അറിഞ്ഞുകൂടാത്ത സംഗതികളുടെ പിന്നാലെ കൂടാതിരിക്കുക. നിശ്ചയം കണ്ണും കാതും മനസ്സുമെല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതാകുന്നു എന്ന കാര്യമാണ്. മുകളിൽ നമ്മൾ വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ ശരിയായ രൂപത്തിൽ നടക്കണമെങ്കിൽ സ്വഭാവപരമായി കൂടി മനുഷ്യൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അറിഞ്ഞുകൂടാത്ത സംഗതികളുടെ പിന്നാലെ പോകാതിരിക്കുക എന്നതാണ് അതിൽ ഒന്ന്. ഖിയാഫത്ത് എന്നാൽ യാഥാർത്ഥ്യം അറിയാതെ കേവലം ലക്ഷണങ്ങൾ മുൻനിർത്തി തീർപ്പിലെത്തലാണെന്ന്, നിഗമനങ്ങളിലും ഊഹങ്ങളിലും എത്തലാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മെ ചിലപ്പോൾ ചതിക്കുഴികളിൽ ചെന്ന് ചാടിക്കും. വിശ്വാസികൾ അറിയാത്ത കാര്യങ്ങളുടെ വാഹകരും പ്രചാരകരുമാവാൻ ഒരിക്കലും പാടില്ലെന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായത്തിൽ കാണാത്തത് കണ്ടു എന്ന് പറയുക, കേൾക്കാത്തത് കേട്ടു എന്ന് പറയുക, അറിഞ്ഞിട്ടില്ലാത്ത കാര്യത്തെപ്പറ്റി അറിയുമെന്ന് പറയുക, ഇതൊക്കെയാണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശം. അതൊന്നും ഒരു വിശ്വാസിക്ക് പാടില്ലാത്ത കാര്യങ്ങളാണ്. അറിയാത്ത കാര്യം പറയാതിരിക്കുക, പിന്തുടരാതിരിക്കുക എന്നൊക്കെയാണ് വലാ തഖ്ഫു എന്നതിൻ്റെ അർത്ഥമെന്ന് മറ്റു ചില മുഫസ്സിറുകളും പറയുന്നുണ്ട്. നിനക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നാണ് അതിൻ്റെ ഉദ്ദേശമെന്ന് വേറെ ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. കള്ളസാക്ഷ്യമാണ് അതിൻ്റെ ഉദ്ദേശമെന്ന് ഒന്നിലധികം മുഫസ്സിറുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. സ്വന്തം കാഴ്ചയിലൂടെ സ്ഥിരപ്പെട്ടത്, കേൾവിയിലൂടെ ബോധ്യപ്പെട്ടത്, ചിന്തയിലൂടെ ഗ്രഹിച്ചെടുത്തത് ഒക്കെയാണ് മറ്റുള്ളവർക്ക് വിശ്വാസികൾ കൈമാറേണ്ടത് എന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. തോന്നിയത് പറയുന്ന, ഊഹങ്ങൾ വെച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ ഘടനയിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉടലെടുക്കും. സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇസ്ലാമിക രാഷ്ട്രീയ ഭരണകാര്യങ്ങളിൽ ഇതിൻ്റെ മേഖലകൾ വളരെ വലുതാണ്. സാമൂഹ്യമായി തന്നെ അതിനെ അനലൈസ് ചെയ്തിട്ടുണ്ട്. നീതിന്യായ വ്യവസ്ഥ നടപ്പാക്കുമ്പോൾ മനുഷ്യൻ്റെ അവകാശങ്ങളിൽ ഈ തത്വങ്ങൾ വലിയ രൂപത്തിൽ ഇടപെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ചെറിയ കാര്യമായിട്ട് ഇതിനെ കാണാൻ പാടില്ല. മനുഷ്യൻ്റെ കണ്ണ്, കാത്, മനസ്സ് എല്ലാം ഈ കാര്യങ്ങളിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇതൊന്നും തോന്നിയതുപോലെ ഉപയോഗിക്കുവാൻ മനുഷ്യർക്ക് അനുവാദമില്ല. അങ്ങനെയാണ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ കണ്ണ്, എൻ്റെ ചിന്ത, എൻ്റെ ചെവി, എൻ്റെ നാവ് കൊണ്ട് എനിക്കെല്ലാം പറഞ്ഞുകൂടെ? അല്ല, അതെല്ലാം ചോദിക്കപ്പെടുന്ന ഒന്നാണ്, ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്നല്ല. ഇതൊക്കെ നാളെ ഒരു അവയവങ്ങളാണെന്ന അടിസ്ഥാനത്തിൽ കണ്ടാൽ പോരാ, ചോദ്യം ചെയ്യപ്പെടുന്ന അവയവങ്ങൾ വഹിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന ഓർമ്മയിലാണ് വിശ്വാസികൾ ജീവിക്കേണ്ടത് എന്നുകൂടി ഇത് നമ്മെ കൃത്യമായി തന്നെ ഉണർത്തുന്നുണ്ട്. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.